Guys, welcome back to my YouTube channel. അപ്പം മണാലി ഡേ 2. അപ്പൊ നമ്മളിന്ന് സ്നോ ഒക്കെ കാണാൻ പോവാണ് എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് പ്ലാൻ അറിയില്ല. നമ്മള് മറ്റേ ഓക്കെ. പിന്നെ നമ്മള് ഇന്നലെ വന്നിറങ്ങിയ സമയത്ത് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പൊ ഇന്നലെ വൈകുന്നേരം വരെ നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വില്ലേജിൽ കൂടെ ഒക്കെ നടക്കാൻ പോയി. അടിപൊളിയായിരുന്നു, നല്ല സൈറ്റൊക്കെ ആയിരുന്നു, നല്ല റഷായിരുന്നു അവിടെ. സിറ്റി മാതിരി നല്ല ഒരു റഷ്, ഭയങ്കര റഷ്. അവിടുത്തെ മെയിൻ ഏരിയ എന്തോ തോന്നുന്നു. നല്ല സ്ഥലത്താണ് നമുക്ക് റൂം കിട്ടിയത്. നമ്മള് എന്തെങ്കിലും പാക്കേജ് എടുത്തിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് എങ്ങോട്ടാന്നൊന്നും അറിയില്ല. നമ്മൾ മേ ബി സ്നോ കാണാനായിരിക്കും, എന്താ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോകുന്നത് റെഡി ആയിട്ടുണ്ട്. ആയു എണീറ്റില്ല, റൂം നിറച്ചു ആലു പൊറാട്ടയും അവില് പുഴുങ്ങിയതും അവില് ഉപ്പുമാവ്, അച്ചാറ് കുഴപ്പമില്ല. ഇന്നലത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു. ഫ്രൈഡ് റൈസും ഡിന്നർ അതെന്തേന് ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അച്ചാറ് കുഴപ്പമില്ല, അടിപൊളിയാണ്. ആപ്പിള് അച്ചാറും എന്നെന്താ അറിയില്ല, പോയി വെക്കട്ടെ. അപ്പം നമ്മൾ നേരെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാൻ മതി. വണ്ടി വിളിക്കണം. അല്ലാതെ വണ്ടി ഇങ്ങോട്ട് വരില്ലേ. അങ്ങനെ ആയി എണീക്കാണ്ടെങ്കിൽ അതിന് എണീപ്പിച്ച് അതിന്റെ ഡ്രസ്സും മാറ്റാണ്ട് നമ്മളൊക്കെ മാറ്റി നിൽക്കുകയാണ്. യെസ്, ഞാൻ ലൈവ് ഇടുന്നുണ്ട്. പറ്റി. പിന്നെ എല്ലാവർക്കും ജലദോഷം തൊണ്ടവേദന, എന്തായാലും ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. മരുന്ന് കുടിച്ചപ്പോ മാറി, കുഴപ്പമില്ല. ആകപ്പാടെ എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളാണ്, കുറച്ചൊക്കെ പ്രശ്നങ്ങളാണ്. വലിയ പ്രശ്നങ്ങളാണ്. എന്ത് ബോഡി ലോഷൻ ഒന്നുമില്ല. യു മീൻ മോയ്സ്ചറൈസർ, അത് അവിടെ നിർത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അടിച്ചു പൊളിക്കും ഗൈസ്. ചേട്ടൻ്റെ ജാക്കറ്റ് ഇല്ല. എന്താവും അറിയില്ല. മിക്കവാറും ആന്റീനെ എടുക്കാൻ മതി. നിങ്ങളെ അഭിപ്രായം എന്താണ്? എനിക്ക് കണ്ണാപ്പിയായിരുന്നു. ചോപ്പ്, കറുപ്പ്, വെള്ള. ഞാനോട് പറഞ്ഞ ഒറ്റ കളർ എടുക്കും. ചായ കുടിച്ചു തരാം. കറി രസമുണ്ടോ? കുറിച്ച് ഞങ്ങൾ പോവാണ്. നമ്മളെ വണ്ടി വെയിറ്റിംഗിലാണ്. സ്നോ കാണാൻ വേണ്ടി പോവാൻ. മണ്ണ് കാണുന്ന പോലാണ് കേസുകള് കാണുന്നത്. ഇത്ര വലിയൊരു മനുഷ്യൻ അത് അതിന്റെ മോളെ കൊന്ന് ബർഗറായി.
ഇതാ ഫസ്റ്റ് എന്താ എക്സ്ട്രാ ആ വണ്ടിയിലേക്ക് പോവാ നമ്മള് വണ്ടിയിൽ പോയി എടുക്കുക ആയി ക്യൂട്ടായി നമ്മള് നമ്മള് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മള് ആയി മക്കളുണ്ട് ആളെ പോയി ചെങ്ങായി ഓക്കെ 100 രൂപയ്ക്ക് തരാറ് 100 നമ്മളിതാ സ്റ്റോന്റെ അടുത്ത് എത്താനായി ഇവിടെ വാരി കളിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് പോരാ, ഇത് വാരി കളിക്കുന്നത് വേണം. 220 കിലോമീറ്റർ ഇത് വേണ്ട, നമുക്ക് വാരി കളിക്കുന്നത് വേണം. ഞങ്ങൾ നെക്സ്റ്റ് വേറെ സ്ഥലം എക്സ്ട്രാ പേയ്മെന്റ് ആണ് കേട്ടോ ഗേസ്. 5000 എടാ എക്സ്ട്രാ പേയ്മെന്റ് 5000 നമുക്ക് അറിഞ്ഞതിനിടയിൽ കണ്ടിട്ട് എല്ലാരും കണ്ടോളി. റാസി കരഞ്ഞ് കണ്ണീര് വന്ന് എന്നിട്ട് ഉറങ്ങിയിട്ട് വന്നാണോ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഏറെ യാത്രക്കിടയിൽ ആണ് വരുന്നില്ല. ഓംപ്ലേറ്റ്, കട്ടൻ ചായ, അതിലേ കുറെ ദിവസമായി കോലുമിഠായി തിന്നിട്ട് ഉറക്കത്തിൽ വരെ കോലുമിഠായിയാണ്. ഇപ്പൊ ആദ്യമായിട്ട് കോലുമിഠായി കിട്ടി ഇവിടെ കയറിയല്ലേ. എങ്ങനെ ആരും അപ്പൊ നമ്മളിതാ കിലോമീറ്റർ കൂടി പോയാല് ഡെസ്റ്റിനേഷൻ എത്തും. അതിന് കോഴിമുട്ടായി കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. നൈസ്. അവിടുന്ന് നമ്മൾ ചായയും നൂഡിൽസും ഒക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് ഈ 3 കിലോമീറ്റർ അല്ലായിരുന്നു പോകാണ്ടായിരുന്നത്.
ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ടും റാസിയും ഷാദിയൊക്കെ ബാക്കിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ആ ഒരു ട്രാവലിങ്ങിൻ്റെ ബാക്കിലിരിക്കുന്ന ഇളക്കം കൊണ്ടൊക്കെ ആകെപ്പാടെ വാള് വെച്ച് ഭയങ്കര സീനായിരുന്നു അവൾക്ക്. പിന്നെ എല്ലാവരും ഏകദേശം ടയേർഡായിരുന്നു. പിന്നെ എല്ലാവരും വിചാരിച്ചു മഞ്ഞിലൊന്നും കളിക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മഞ്ഞിലൊന്നും കയറാൻ പറ്റൂല, കളിക്കാൻ പറ്റൂല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആകപ്പാട് എന്തോ വിങ്ങലൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ആകപ്പാട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ടയേർഡായിരുന്നു. പക്ഷേ എങ്കിൽ ആ വ്യൂ ഒക്കെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി. നമ്മളൊരു ഈ സീസണിൽ പോയത് എത്രയോ ഭാഗ്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ നമ്മളിപ്പോൾ പോകുന്ന റോഡ് ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കാം. നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലത്ത് നിന്ന് അവിടെ മഞ്ഞില്ലാന്ന് തിരിച്ചു പോകുന്ന സ്ഥലത്ത് നിന്ന് അവിടെ വരെയോ നമുക്ക് ഇനിയിപ്പം മഞ്ഞ് കൂടുതൽ വീഴുന്ന സമയത്ത് അവിടെ വരെയോ നമുക്ക് അലോ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ഈ റോഡ് ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. അത്രയ്ക്കും മഞ്ഞ് വീണിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിക്കായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് മഞ്ഞ് കാണാനും കഴിഞ്ഞു. പിന്നെ അതേമാതിരി അടിപൊളി വ്യൂ ആണ് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ആയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന്. ബെഡൊക്കെ വിരിച്ചുറങ്ങണ മാതിരിയായിരുന്നു. ഒരു സുഖം കോട്ടിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു ആയു. പിന്നെ റാസി ഫുള്ള് വാള് വെക്കൽ തന്നെയായിരുന്നു. അതാണ് വണ്ടി നിർത്തിയിട്ട് ഒരു 2-3 പ്രാവശ്യം എന്തായാലും വാള് വെച്ചിട്ടുണ്ടാവും. ആകെപ്പാടെ ടയേർഡായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ അവിടെ എത്തി മഞ്ഞ് കണ്ട സമയത്ത് ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എൻജോയ് ചെയ്തു. അതുമല്ല നമുക്ക് മഞ്ഞ് കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കാണണം കേട്ടോ ഗൈസ്. അടിപൊളിയാണെന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ്. കാണില്ല കല്ലിന്റെ ഡിസൈനാണ് ഗൈസ്. എന്ത് രസം കാണാൻ. ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത മാതിരി ഉണ്ട് അല്ലേ. നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനത്തെ കല്ലെടുത്തിട്ടാണ് ഇവര് വീട് ചുമരൊക്കെ അല്ലേ. ചുമരല്ല ഓട് പോലെ നല്ല ചുമരുകൾ കണ്ടില്ല. ഓക്കെ അല്ലേ ഇങ്ങോട്ടോക്കെ. ഓ മൈ ഗോഡ് നല്ല തലവേദന ഉണ്ട്. എന്താ നിങ്ങള് വേറെ സ്ഥലത്ത് പോവാ. ഞാൻ മോളില് കേറി നിരങ്ങ കേട്ടോ. റാസിയെ മോളില് കേറി വാ നിരങ്ങ. സ്നോഫാൾ അപ്പോഴേക്ക് തീർന്ന ഇല്ല. കുറച്ചൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വെറുതെ വരികയായിരിക്കും. ഇത് ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് വരുന്നില്ല. നമ്മള് വന്നപ്പോഴേക്ക് സ്നോഫാളും ഉണ്ടായി അല്ലേ.
അടിപൊളി. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എൻജോയ് ചെയ്യണം അല്ലേ? നിരങ്ങണ്ട അച്ചക്കുട്ടൻ അടുത്തേക്ക് ആയില്ല. ഇത് കല്ല കുയ്യുണ്ടാക്കി അവിടെ പോയി അടിപൊളിയൊക്കെ. പക്ഷേങ്കിൽ അവിടുന്ന് റോട്ടുമ്പിലേക്ക് വീഴാണല്ലേ സീന. അതിനാണ് നമ്മൾ നോക്കുന്നത് അങ്ങോട്ട്. പക്ഷെ ഇവിടെ നിരങ്ങാനും കല്ല. ടാസ്ക് അങ്ങോട്ടാ. അത് ദൂരേക്ക് പോട്ടെ. നല്ല ഇടയ്ക്ക് ഉണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും നോക്കുന്നില്ല. പോട്ടെ കുട്ടങ്ങ കഴിഞ്ഞാ സെമിത്താതെ കഴിഞ്ഞാ ചെവിയ കടയുണ്ട്. അതാളെ വണ്ടിയിലാണെങ്കിൽ വീഴൂട്ടാ. ഏതിലൊക്കെ അങ്ങോട്ടല്ലേ? പക്ഷെ അങ്ങോട്ട് കേറാൻ കഴിയോ? നല്ല നിരങ്ങാനായില്ലേ? നമ്മള് കുറച്ചുകൂടി മുകളിൽ പോട്ടെ. ഗ്ലൗസ് വാങ്ങി തന്നില്ലല്ലോ ഊറ്റം കല്ല്. അപ്പൊ ഞങ്ങള് ഇതാ അവിടുന്ന് ഞാനിങ്ങോട്ട് പോന്ന്. സലാങ്കായും ഷാദിയും ഫെബിയും റാസിയോ ആ ടോപ്പില് പോയിട്ടുള്ളൂ. ആയി കരഞ്ഞ് അതിനെന്തോ മുക്കാലി മലയില് മോളെത്തിയ സമയത്ത് ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാനിങ്ങോട്ട് പോന്നു. ഒരു നിരങ്ങി വരുന്നുണ്ട്. അടിപൊളി നിരങ്ങാൻ എന്ത് ഫീലാ അറിയോ? അപ്പൊ കണ്ണുന്നൊക്കെ വെള്ളം വരുന്നത് വെയിലത്തേക്ക് നോക്കിട്ട്. അടിപൊളി. എന്ത് തണുപ്പ. കയ്യും കാലൊക്കെ മരവിച്ചിട്ടുണ്ടല്ലോ നമ്മ. വാട്ട് എക്സ്പീരിയൻസ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ഗ്ലൗസ് വാങ്ങിയില്ല. ആകപ്പാടെ ആരെ അബദ്ധം പറ്റിയുള്ളൂ. റാസിയൊക്കെ വരുന്നുണ്ട്. കിടന്ന് വരുന്നുണ്ട്. അടിപൊളിയാ. റാസിക്കാക്ക വരുന്നുണ്ട്. കിടന്ന് വരുന്നുണ്ട്. കിടക്ക് ഒന്നായിട്ട് കിടക്ക്. സലാംകായിടെ സലാംകായിനെ കാണില്ലല്ലോ. അടിപൊളി. ആ എടാ നടക്കായി നിറങ്ങി വാ. കല്ല് കൂടെ വരില്ല. ഈ സൈഡ് വാ. റാസി, ഷാദി, ഫെബി, സലാംകായി നിറങ്ങി വരുന്നുണ്ട്. അടിപൊളി. ഞങ്ങൾ ആ ടോപ്പിൽ പോയി. സലാംകായി വരുന്നുണ്ട്. സലാംകായി അതിനെ നിറങ്ങാവായിന്നല്ലേ പറഞ്ഞേ? ആർക്കറിയാ? അയ്യോ രസണ്ടായോ? അത് നമ്മളെ പോയില്ലേ? അത് നമ്മളെ പോയി. ഇറങ്ങാൻ പറ്റണില്ല. പേടിയാവണ്ട്. കിടന്നാ കൊണ്ട് പോകുന്നത് നല്ല സുഖ. ഞങ്ങളെ പോയത് പോകുന്നത്. ഒരാ ടോപ്പിലാണ്. അവിടെ കൂടെ മറിഞ്ഞ് ഇവിടെത്തുമ്പോ വിട്ടല്ല. അതെനിക്ക് മനസ്സിലായത്. ഇപ്പൊ എത്തൂല. മറിഞ്ഞോ നമ്മൾ വിട്ടില്ല. കാല് കൊച്ചി
ഞങ്ങളാ ഷോക്സിന്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് മരവിച്ച് വെള്ളം കയറി പറ്റി. ആര് അത് തന്നെ കാല് നമ്മുടെ മൊത്തം ഐസ് കിട്ടി. അതായത് ഇത് ഐസ് അയച്ചിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇത് ഷോക്ക് അടിക്കൂലേ ആ ഫീലിങ്സ്. ഷോക്സ് വാങ്ങി കേറി സിമ്പിൾ ആയിട്ട് കേറാനും കയ്യുത്തി ഞാന് അല്ലേ. കിതയ്ക്കും. പക്ഷെ എന്നാലും പോയില്ലേ മാക്സിമം ടോപ്പ് പോയി. ഓൻ പറഞ്ഞു ഓക്സിജൻ കമ്മിയാണ്, ഇനി കുറച്ചുകൂടി പോയി ഇനിയും കമ്മിയാവും. ആ മുകളിലെത്തി വെക്കുന്നതിലേക്ക് ഇത് കുടുങ്ങി. ഓക്സിജൻ കമ്മിയായിട്ട് ആ പോയി വെക്ക് വണ്ടി വരുന്നുണ്ട്. बड़ी जो है ना डरती है, वो भी चोटी खींच के लेके आता है. കല്ല് നോക്ക് കല്ല് ഷാദി ഫെബിനെ കാല് പിടിച്ചോണ്ട് ഞാൻ വിചാരിച്ച ഷാദി കേറൂലെന്ന് കേട്ടോ. ഓളെ അടുത്തില്ല, നായി വിടുന്നില്ല. എന്താ നല്ല തോന്നാണോ അത്? കപ്പടങ്ങളെ സാധനം ഇട്ടോളി, ഫാന്റ് മാത്രമാക്കിട്ടോളി. എടുത്തു ഷാജി കൊണ്ടുവരും. സംഭവം കുപ്പായത്തിലൊക്കെ ഐസ് കയറി ഉണ്ടാവും കേട്ടോ. അടിയ കുപ്പായൊക്കെ പൊന്തി കിടക്ക. നടക്കാനേ നടന്നു വാ നടന്നു വാ നടക്ക്. ആയോ കയ്യിലിങ്ങി ആവേ ഷാദിനെ മിലിറ്ററി ചേർത്താം. മോളെ കൊണ്ടുപോയി ഞങ്ങള് ബാല്യോള് കിട്ടിയപാടെ കണ്ടോ നടന്ന് അങ്ങനെ പിടിക്കാ. ഈ മുന്നോട്ട് കടി ഏത് മോള് ഞങ്ങള് കുറച്ചൊക്കെ കേട്ടിക്ക്. അത്രയ്ക്ക് ഉള്ളു വന്നാലോ. കുട്ട 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 കൈ പിടിക്കാനുള്ളത് ചാടല്ലേ മേലെ കുപ്പ. അമ്മയോട് ചോന്ന് അതിനെന്താ പിടിക്ക്. ചേച്ചി പാവ വയ്യാണ്ടക്ക പറഞ്ഞിട്ട് കാര്യമില്ല, മരവിച്ചിട്ടുണ്ടാവും. ഇല്ലല്ല ഇത് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നമ്മൾ മഞ്ഞിൽ കുടുങ്ങിപ്പോയി. നമ്മളല്ല, ഷാദിയും ഫെബിയും ഒക്കെ എന്തോ ഹൈറ്റ് കണ്ടപ്പം പേടിച്ച് ഫെബി മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യാമറയിലൊക്കെ കൺഫ്യൂഷനാവും. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കല്ലാണോ ഓല അത്രയ്ക്കും ഡിസ്റ്റൻസ് ആയിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പിന്നെ അതുമല്ല എൻ്റെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഉള്ളായിരുന്നു വീഡിയോ